ಜೊತೆಗೆ ನೋಡ್ತಾ ಇದ್ದೀರಾ ಫಸ್ಟ್ ನ್ಯೂಸ್ ಕನ್ನಡದ ನ್ಯೂಸ್ ಆಂಕರ್ ಸ್ಮಿತಾ ರಂಗನಾಥ್ ಏನ್ ಬಿಗ್ ಎಫ್ ಎಂ. ನೀವು ಅನ್ಕೊಳ್ತಿರಬಹುದು ಏನಪ್ಪಾ ಈ ಫಸ್ಟ್ ನ್ಯೂಸ್ ನವರು ಯೂಟ್ಯೂಬ್ ನಲ್ಲಿದ್ರು, ಫೇಸ್ಬುಕ್, ಇನ್ಸ್ಟಾ, ಟ್ವಿಟರ್ ಹೀಗೆ ಸೋಷಿಯಲ್ ಮೀಡಿಯಾದಲ್ಲಿ ಧಮಾಕ ಮಾಡ್ತಾ ಇದ್ದವರು ಇದಕ್ಕಿದ್ದಂಗೆ ಎಫ್ ಎಂ ಚಾನೆಲ್ ಅಲ್ಲಿ ಬಂದ್ಬಿಟ್ಟಿದಾರಲ್ಲ, ಇನ್ ಕೆಲಸ ಬಿಟ್ಬಿಟ್ರ ಅಂತ ಹೇಳಿ ಖಂಡಿತ ಇಲ್ಲ. ನಾವು ಅಂದ್ರೆ ಫಸ್ಟ್ ನ್ಯೂಸ್ ಕನ್ನಡ ಟೀಮ್ ಬಿಗ್ ಎಫ್ ಎಂ ನ ಎಕ್ಸ್ಪ್ಲೋರ್ ಮಾಡಕ್ ಬಂದಿದೀವಿ. ಆಕ್ಚುಲ್ ಆಗಿ ಒಂದು ಎಫ್ ಎಂ ಚಾನೆಲ್ ಯಾವ ರೀತಿ ಕೆಲಸ ಮಾಡುತ್ತೆ, ಇಲ್ಲಿರುವ ಆರ್ಜೆಗಳು ಏನೆಲ್ಲ ಮಾಡ್ತಾರೆ ಎಲ್ಲದನ್ನ ತಿಳ್ಕೊಳ್ಬೇಕು ಅಂತ ಹೇಳಿ ನಾವಿಲ್ಲಿಗೆ ಬಂದಿದೀವಿ. ಅಂದ್ರೆ ಬಿಗ್ ಎಫ್ ಎಂ 92.7 ಎಫ್ ಎಂ ಸ್ಟೇಷನ್ ಅಲ್ಲಿ ನಾನು ಇದ್ದೀನಿ. രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരുന്നു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 4 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നമസ്കാരം, ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നാടിനെ നടുക്കി മരുത്തൂരിൽ വീണ്ടും അരുംകൊല. മരുത്തൂരിൽ നിന്നും മനോജ് നാരായൺ നമ്മോടൊപ്പം ചേരുന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. അഞ്ജലി, ഇന്നലെ അർദ്ധരാത്രിയിലാണ് മരുത്തൂർ വീണ്ടും കൊല നടന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളാണ് ആദ്യം ബോഡി കണ്ടത്. 18 ദിവസങ്ങൾക്ക് മുൻപാണ് സമാനമായ ഒരു കൊല ഇവിടെ നടന്നത്. ഇവിടെ മറ്റൊരു കൊലപാതകം നടന്നിരിക്കുന്നതിലൂടെ ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടായിരിക്കുകയാണ്. അന്വേഷണം ശക്തമാക്കിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. എന്തായി ജയകുമാർ? സർ, ബോഡി ഇവിടുന്ന് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ആരാണെന്ന് പോലും മനസ്സിലായില്ല സർ. ബോഡി ആദ്യം കണ്ടത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവരെ വിളിച്ച് ചോദ്യം ചെയ്യണം. ശരി സാർ. അതുപോലെ അടുത്തുള്ള CCTV ഫുട്ടേജും പരിശോധിക്കണം. ഓക്കെ സാർ. സംശയമുള്ളവരെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്യണം. ശരി സാർ. ഓക്കെ. സർ, എന്തായി സാർ? സർ, കൊല ചെയ്യപ്പെട്ടത് ഒരു ഓട്ടോ ഡ്രൈവർ ആണെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ ആ വീട്ടിൽ ആ സ്ത്രീ മാത്രമേ ഉള്ളൂ. അവർ മാരീഡ് ആണോ? യെസ് സർ, അവർ മാരീഡ് ആണ്. പക്ഷെ അവർക്ക് കുട്ടികളൊന്നുമില്ല. അവർക്കൊരു 45 വയസ്സ് കാണും. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെയോ? സാർ, അവരുടെ ഹസ്ബൻഡ് വിദേശത്ത് എവിടെയാണ്. നാട്ടിൽ വന്നിട്ട് കുറെ കാലമായി. അവരെ കുറിച്ച് നല്ല അഭിപ്രായം. സ്ത്രീയെ പറ്റി അന്വേഷിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നിനക്കൊരു കോൾ വന്നായിരുന്നു. നിനക്ക് ഇപ്പോഴും അവനൊരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലേ? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവനുമായിട്ടൊരു കണക്ഷൻ പാടില്ലാന്ന്. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്, കേട്ടല്ലോ? അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. നിക്കടവിടെ നില്ലേ. സിയുടെ അനിയത്തെ കിട്ടിയോളാം നിനക്ക് പ്രേമിക്കാൻ. ഇനി വല്ലതും പുറകെ നടക്കുന്ന വല്ലതും കണ്ട മര്യാദയ്ക്ക് നടന്നോണം, കേട്ടല്ലോ? ആടാ ഫ്രണ്ടാ. നീയും കൂടെ ചേർന്നിട്ടാടാ ഈ കളിയൊക്കെ കളിക്കുന്നേ.
ഓക്കെ 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 സർ ആ പറ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും ഫോറൻസിക്കിന്റെ റിപ്പോർട്ടും സൂചിപ്പിക്കുന്നത് കൊല ചെയ്ത ഒരാൾ തന്നെയാണെന്നാണ്. അപ്പോൾ ഇതൊരു സീരിയൽ കൊലപാതകത്തിന്റെ അതെ സൂചനയാണല്ലേ? സർ. എത്രയും പെട്ടെന്ന് കൊലയാളിയെ കണ്ടെത്തിയില്ലെങ്കിൽ ഇനിയും ഒരുപാട് കൊലകൾ നടക്കും. രാത്രിയിലുള്ള പെട്രോളിംഗ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കണം. അതുപോലെ തന്നെ ഹോം സെക്യൂരിറ്റി സർവീസുമായിട്ട് ചേർന്നിട്ട് നിരീക്ഷണം കർശനമാക്കുകയും വേണം. യെസ് സർ. അബി പ്ലീസ് പ്ലീസ് ഡാ, ഞാൻ പറയുന്നേ ഒന്ന് കേക്ക്. സെറ്റ് ആകത്തില്ല അത്. അബി ഞാൻ പറഞ്ഞില്ല നടക്കത്തില്ല. അബി ഞാനൊന്ന് പറയട്ടെ. പറയുന്നത് മനസ്സിലാക്ക്. എന്തിനാ നമ്മൾ പിരിയുന്നത്? എത്ര വർഷമായി കാണുന്നതാ. മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ആവണോന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റുന്നേ? ഇല്ല, എനിക്ക് പോയേ പറ്റൂ. കുഴപ്പമില്ലടാ. ഇത് ശരിയാകത്തില്ല. ഒന്നെങ്കിൽ നിന്റെ ചേട്ടനെ കൊല്ലും, അല്ലെ കേസ് കൊടുക്കും. ഒന്നുമില്ലടാ, ഏട്ടന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. നിനക്കറിയത്തില്ല, നീ പോ. ഈ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കോളനികളിലും തുടങ്ങിയ എല്ലായിടത്തും പരിശോധന കർശനമാക്കണം. പിന്നെ സംശയം തോന്നുന്നവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും വേണം. സർ, മരുത്തൂർ കേസിന് ഒരു ബാംഗ്ലൂർ കണക്ഷൻ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെ? സർ, ബാംഗ്ലൂരിൽ നിന്നൊരു ജീവൻ ജോർജ് സാറിന്റെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സാർ, ഈ കേസുമായി ബന്ധപ്പെട്ട എന്തോ വിവരം സാറിനെ അറിയിക്കാനാണെന്നാണ് പറഞ്ഞത്. ബാംഗ്ലൂർ പോലീസാണോ? നോ സർ, ഹി ഈസ് എ ക്രിമിനോളജിസ്റ്റ്. എന്താ സർ, നമ്മുടെ കേരള പോലീസിന്റെ എഫിഷ്യൻസി ഒക്കെ അങ്ങ് പോയോ? എന്തായാലും ഒരു കാര്യം ചെയ്യും, പുള്ളിയോട് പോലീസ് ക്ലബിലോട്ട് ഒരു 8 മണിക്ക് വരാൻ പറ. അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഓക്കെ സർ. Good evening. ഗുഡ് ഈവനിങ്. പ്ലീസ്. I'm ജീവൻ ജോർജ് ഫ്രം ബാംഗ്ലൂർ. ഒരു ക്രിമിനോളജിസ്റ്റ് ആണ്. ഓ, ഈ മരുത്തൂർ കേസുമായിട്ട് എന്താണ് കണക്ഷൻ? കണക്ഷൻ ഉണ്ട്. 3 മാസങ്ങൾക്ക് മുൻപ് ബാംഗ്ലൂർ ജയാനഗറിൽ നടന്നതും ഇപ്പോൾ മരുതൂരിൽ നടന്ന കൊലപാതകത്തിന് പിന്നിലും ഒരാൾ തന്നെയാണ് കൊലയാളി. ഒരു മലയാളി സീരിയൽ കില്ലർ. ഇയാളൊരു ബോൺ ക്രിമിനൽ ഒന്നുമല്ല. ബാംഗ്ലൂരിലെ തന്നെ ഒരു ലീഡിംഗ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ ക്രിയേറ്റീവ് ഹെഡായിരുന്നു. ഈ കമ്പനിയുടെ ഉടമസ്ഥന്റെ മകളെ തന്നെയായിരുന്നു ഇയാൾ വിവാഹം ചെയ്തത്. പക്ഷേ ആ പെൺകുട്ടിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇയാളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചത്. പക്ഷേ വിവാഹശേഷവും അവർ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ അവർക്കിടയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു.
പ്രശ്നങ്ങൾ രൂക്ഷമായൊരു ദിവസം ഇയാളുടെ ഭാര്യ തന്നെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചു. ആ ആക്സിഡന്റിന് ശേഷം ഇയാൾ ലഹരിക്കടിമയായി. മാസങ്ങളോളം ഇയാളെക്കുറിച്ച് ആർക്കും ഒരു വിവരം കിട്ടിയില്ല. ഒരേ കുടുംബത്തിലെ 3 അംഗങ്ങൾ മരിച്ചപ്പോഴാണ് ഈ അന്വേഷണം അയാളിലേക്ക് എത്തിയത്. ഓ, അപ്പൊ ഇതൊരു റിവെഞ്ച് ആയിരുന്നല്ലേ? അപ്പൊ ഈ മരുത്തൂര് നടന്നതോ? ആദ്യം നടന്ന കൊല ഈ കുടുംബത്തിലെ മറ്റൊരാളായിരുന്നു. അപ്പൊ ഈ മരിച്ച ഓട്ടോ ഡ്രൈവർ? നോ. ഇവിടെയാണ് കേസിന്റെ ഗൗരവം. കൊലപാതകങ്ങൾ ഇപ്പോൾ അയാൾ ആസ്വദിച്ചു തുടങ്ങിയിരിക്കുന്നു. റിവെഞ്ചിനൊക്കെ മാറി അയാളിപ്പോ സൈക്കോ ക്രിമിനൽ ആയിരിക്കുന്നു. ഓക്കെ, സാം ഓവർ. സാർ ലൊക്കേഷൻ ട്രേസ് ചെയ്യണം. ഓവർ. എടോ, ഒന്നീ അത് എടുക്ക്, അല്ലെങ്കിൽ കട്ടി. സാർ, വൈഫ് ആശുപത്രിയിൽ അഡ്മിറ്റാ സാർ. താങ്ക് യു. സൈക്കോ ക്രിമിനലുകൾ പൊതുവെ ആഴ്ചകളോളം സമയമെടുത്ത് മാത്രമേ അടുത്ത കൊല നടത്തുകയുള്ളൂ. അതുതന്നെയാണ് ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത്. കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം മാത്രമാണ് കൊലകൾ നടന്നത്. ഈ കുടുംബത്തിലെ അവസാന കണ്ണിയായ ഈ കോളേജ് സ്റ്റുഡൻ്റാണ് അയാളുടെ അടുത്ത ഇര. ഹലോ, ഞാൻ വിളിക്കാം. ഹലോ സാറേ. സാറേ, ചെറിയ ബിസിനസ്സുകാരിയാ. ഹലോ, പറയടാ. എന്തോ കാര്യം പറയാൻ വിളിച്ച? ഇതെന്തുവാടോ? സാർ, ചെറിയ കച്ചവടമൊക്കെ ഉണ്ട് സാർ. കച്ചവടോ? കച്ചവടമൊന്ന് എന്ത് കച്ചവടമൊന്ന്? പുള്ളിക്ക് മീൻ കച്ചവടം സാർ. ഇപ്പോഴത്തെ ട്രെൻഡ് ബിസിനസ് അല്ലേ സാറേ? ട്രെൻഡ് ബിസിനസ്സോ? എന്തോ ഫിഷ് ഹബ് എന്തോ തുടങ്ങുന്ന പരിപാടിയാ സാറേ. അവന് പറ്റിയ പണി അതാ. സാറേ, അത് നമ്മുടെ ലോട്ടറി കച്ചവടക്കാരൻ വികലാംഗ സാറേ. എന്തുവാടാ രാത്രി ഈ പാട്ടും കുത്തുമൊക്കെ ആയിട്ട്? ഇതൊക്കെ ഒറിജിനൽ ആണോടാ? ഇതൊക്കെ അടിക്കുവോ?
ആ പോ. സാർ ഇയാളെ ഞാൻ കണ്ടത്, ആ ലോട്ടറി കച്ചവടക്കാരൻ ഇപ്പൊ ഇവിടെ വെച്ച് കണ്ടത്. സാർ അവൻ നമ്മുടെ സി എസ് ആറിൻ്റെ വീടിനടുത്ത് കിടപ്പുണ്ട്. അവൻ്റെ ലോട്ടറി വണ്ടി ഇവിടെ ഉണ്ട്. ഹലോ. ആ എന്തായി സാം? സാർ ഞങ്ങളിവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവനെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് സാറേ. ആ എന്നിട്ട്? സാർ അവൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. കിട്ടിയോ അവനെ? സാർ സാറിൻ്റെ ലൊക്കേഷനിലുണ്ട്. എൻ്റെ ലൊക്കേഷനിലോ? സാറിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് ആ ഏരിയ തന്നെ സാർ. എൻ്റെ വീടിൻ്റെ ഭാഗത്തോ? ഞങ്ങളതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് സാർ. സാറേ കുറച്ച് വീടല്ലേ ഉള്ളൂ, നമുക്ക് അവിടെ തന്നെ ഒന്ന് നോക്കിയിട്ട് പോയാലോ സാറേ? വേണ്ട വേണ്ട വേണ്ട, അവിടെ കയറേണ്ട ആവശ്യമില്ല. അത് ഞാൻ നോക്കിക്കോളാം സാർ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഇപ്പം നിങ്ങളുടെ ഫോഴ്സ് തിരിച്ചു പോകണം. സാർ നമ്മൾ ഇത്രയും നേരമായിട്ട് അവന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാനല്ലേ പറഞ്ഞു തിരിച്ചു പോകണം. ഓക്കെ സാർ, ഓക്കെ. ഇതെന്റെ ഓർഡറാ. ഓക്കെ ഓക്കെ. ഫോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണം, കേട്ടല്ലോ? ശരി. ഓക്കെ സാർ. സാർ എന്ത് പറ്റി സാർ? ഫോഴ്സിനെ തിരിച്ചു വിട്ടോളാം, നമുക്ക് തിരിച്ചു പോവാം.
മരുത്തൂർ നിവാസികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കൊല നടന്നിരിക്കുകയാണ്.